വിശുദ്ധ കുർബാന എന്നത് കേവലം ഒരു ആചാരമോ കർമ്മമോ അല്ല. അത് ദൈവസ്നേഹത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ, സഭയുടെ ഐക്യത്തിൻ്റെ ജീവനുള്ള അടയാളമാണ്. യേശുക്രിസ്തു തന്റെ പീഡാനുഭവത്തിന് മുമ്പുള്ള രാത്രിയിൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം അപ്പം നുറുക്കിയപ്പോൾ അതൊരു കേവലം ഒരു ഭക്ഷണമായിരുന്നില്ല. അത് ദൈവരാജ്യത്തിന്റെ ഒരു പുതിയ ഉടമ്പടിയുടെ തുടക്കമായിരുന്നു. ഈ ഉടമ്പടിയിലേക്കാണ് ഓരോ കുർബാനയിലും ഓരോ വിശ്വാസിയും ക്ഷണിക്കപ്പെടുന്നത്. ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. എല്ലാറ്റിന്റെയും അടിസ്ഥാനം സ്നേഹമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യോഹന്നാൻ 13:1 പറയുന്നു, തന്റെ സ്വന്തമായവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഈ അവസാനത്തോളമുള്ള സ്നേഹമാണ് കുരിശിലും നമ്മൾ കൈക്കൊള്ളുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും കാണുന്നത്. റോമർ 5:8 പറയുന്നത് പോലെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഓരോ തവണ നാം ഈ അപ്പവും വീഞ്ഞും സ്വീകരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് അർഹതയില്ലാത്ത നമുക്ക് നൽകപ്പെട്ട സ്നേഹത്തിന്റെ സമ്മാനമാണ് നാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. 2, വിശുദ്ധ കുർബാന ഓർമ്മപ്പെടുത്തലിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് റിമെമ്പറൻസ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ വാക്കുകൾ ഒരു കൽപ്പന മാത്രമല്ല, ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ്. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ ക്രിസ്തുവിനെ മറന്നുപോകാൻ സാധ്യതയുള്ളപ്പോൾ ഓരോ കുർബാനയും നമ്മെ വീണ്ടും അവന്റെ യാഗത്തിലേക്ക് കൊണ്ടുവരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, ഇതേ കൽപ്പന ആവർത്തിക്കുന്നു. നാം ഓർക്കുന്നത് ഒരു ചരിത്ര സംഭവമല്ല, നമുക്കായി സജീവമായി നിൽക്കുന്ന ഒരു യാഗമാണ് ഓരോ കുർബാനയിലും നമ്മൾ അനുഭവിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലിന്റെ പ്രവൃത്തിയാണ്. 3, വിശുദ്ധ കുർബാന അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഒബീഡിയൻസ്. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, വാങ്ങി ഭക്ഷിപ്പീൻ, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇതൊരു നിർദ്ദേശമല്ല, ഇതൊരു കൽപ്പനയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇത് സ്ഥിരീകരിക്കുകയാണ്. കർത്താവിൽ നിന്ന് നേരിട്ട് ലഭിച്ചതായ ഒരു ഉപദേശം തലമുറ കൈമാറി നമ്മളത് അനുസരിക്കുകയാണ്. കർത്താവ് ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ ലോകത്ത് വേറെ ആരും പറയുന്നത് പോലെ അല്ല. കർത്താവിന്റെ അനുസരണം, കർത്താവിന്റെ കൃപ നമ്മൾ അനുഭവിപ്പാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്നത് കേവലം ഒരു ആചാരമായിട്ടല്ല, മറിച്ച് കർത്താവിന്റെ കൽപ്പനയോടുള്ള അനുസരണമായിട്ട് വേണം പങ്കെടുക്കുവാൻ. 4, വിശുദ്ധ കുർബാന കൂട്ടായ്മയുടെ പ്രവൃത്തിയാണ്. ഒരേ അപ്പം, ഒരേ ശരീരം. നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്ന അവസ്ഥ. ആദിമസഭ അപ്പം നുറുക്കുന്നതിൽ സ്ഥിരതയോടെ മുന്നായ സഭകളായിരുന്നു. കുർബാന നമ്മെ ഒറ്റപ്പെട്ട വ്യക്തികളാക്കിയല്ല മാറ്റുന്നത്, ഒരേ കുടുംബമായി, ക്രിസ്തുവിന്റെ ശരീരമായി എല്ലാവരെയും കാണാനായിട്ട് പഠിപ്പിക്കുകയാണ്. There is no discrimination. വേർതിരിവുകൾ ഒന്നും തന്നെയില്ല. എല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പിൽ തുല്യരാണെന്നുള്ള കൂട്ടായ്മയുടെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന. 5, വിശുദ്ധ കുർബാന യേശു ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കുചേരലാണ്. അവന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവനിൽ വസിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ജീവന്റെ അനുഭവമാണ്. അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും നാം അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ഇത് വെറും ഒരു പ്രതീകാത്മക പ്രവൃത്തിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ജീവനിൽ യഥാർത്ഥ പങ്കാളിത്തമാണ്. ഓരോ കുർബാന അനുഭവിച്ച് കഴിയുമ്പോഴും വിശുദ്ധ കുർബാനയുടെ ജീവന്റെ അനുഭവം ഓരോ വിശ്വാസിയിലും പ്രകടമാകേണ്ടത് ആവശ്യമാണ്. 6, വിശുദ്ധ കുർബാന നന്ദി പറയലിന്റെ പ്രവൃത്തിയാണ്. താങ്ക്സ് ഗിവിങ്ങിന്റെ ഒരു അനുഭവമാണ്. സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഓരോ കുർബാനയ്ക്ക് വേണ്ടി നാം അടുത്തു വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതായ ഓരോ അനുഭവങ്ങൾക്കും നന്ദി പറയുവാനായിട്ട് നമുക്ക് കഴിയണം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ഓരോ കുർബാനയിലും പങ്കുചേരുമ്പോൾ ദൈവമേ, ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. കുർബാനയിലൂടെ
ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ നാം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം. വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായുള്ള കാത്തിരിപ്പാണ്. ഞാൻ വരുവോളം കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. യേശു തന്നെ പ്രഖ്യാപിക്കുകയാണ്, അവൻ വീണ്ടും വരും. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് ഭൂതകാലത്തിലേക്കുള്ള ഒരു നോട്ടം മാത്രമല്ല, പ്രസന്റും ഭാവിയിലേക്കുമുള്ള പ്രത്യാശയുടെ കാത്തിരിപ്പ് കൂടിയാണ്. ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ ഈ പ്രത്യാശയുടെ ആഴവും ഈ പ്രത്യാശയുടെ ക്വാളിറ്റിയും നമ്മൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. വിശുദ്ധ കുർബാന ഒരു പുതിയ ഉടമ്പടിയാണ്. യേശു പറയുന്നു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. യിരെമ്യാ പ്രവാചകൻ ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനം 31-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പുതിയ ഉടമ്പടിയിൽ യേശുവാണ് മധ്യസ്ഥൻ, വേറെ ഒരു മധ്യസ്ഥനും ഇല്ല. യേശുവിൻ്റെ ബലി എന്നേക്കുമുള്ള പാപപരിഹാരത്തിന്റെ ബലിയാണ്. അതുകൊണ്ട് ന്യൂ കവനന്റിലേക്കാണ് ഓരോ കുർബാനയിലും നാം പങ്കുചേരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും, അതിന് സംശയമില്ല. 9, വിശുദ്ധ കുർബാന നിത്യജീവൻ നൽകുന്നു. അവന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട്. ഓരോ കുർബാനയും നാം അനുഭവിച്ചു കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നിത്യതയിലേക്കുള്ള വലിയ വഴി നമുക്ക് തുറക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നിത്യതയിലേക്കുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഓരോ കുർബാനയും. വിശുദ്ധ കുർബാന ദൈവ സാന്നിധ്യത്തെയും ദൈവരാജ്യത്തിലുള്ള പ്രത്യാശയെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയെ പ്രതീകപ്പെടുത്തുന്നു. മാത്രമല്ല, യേശു ദൈവരാജ്യത്തിലെ മശിഹ വിരുന്നിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓരോ കുർബാനയും ഒരു മുന്നാസ്വാദനമാണ്. ആ കുർബാനയുടെ അനുഭവത്തിൽ പങ്കുചേരുമ്പോൾ യേശുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും എല്ലാ അനുഭവവും ഈ കുർബാനയിൽ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു മുന്നാസ്വാദനമാണ്. പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവമാണ് ഓരോ കുർബാനയും. വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയെ ഓർക്കുന്നതാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ചപ്പോൾ നമ്മൾ ഓരോ കുർബാനയിലും ഉറക്കെ പറയുകയാണ്, കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നോക്കി പാർക്കുന്നു. ഇത് ഓരോ കുർബാനയിലും ഓരോ വിശ്വാസിക്കും ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. ഈ കൃപ ഓരോ വിശ്വാസിയുടെയും ക്രിസ്തീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായി തീരുന്ന വലിയ അനുഭവമാണ്. വിശുദ്ധ കുർബാന നിരപ്പിന്റെ അനുഭവമാണ്. ക്രിസ്തുവിൽ ഒരാൾക്കും വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഇത് സഭയിലും സമൂഹത്തിലുമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതായ നിരപ്പിന്റെയും ഐക്യത്തിന്റെയും ഒരു മാതൃകയാണ്. ഈ മാതൃകയിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. കുമ്പസാരം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കുമ്പസാരത്തിന്റെ കൂദാശയില്ലാതെ ഒരു കുർബാനയിലും ആർക്കും പങ്കുചേരുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന, മറ്റുള്ളവരോട് നിരക്കുന്ന ആ വലിയ അനുഭവത്തിൽ പങ്കുചേരുവാൻ ഓരോ കുർബാനയിലൂടെയും സാധ്യമാകണം. പ്രിയരെ, ഓരോ കുർബാനയിലും പങ്കുചേരുമ്പോൾ കർത്താവ് എന്നെ തൊട്ടു, കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, കർത്താവിൻ്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി വേണം മടങ്ങിപ്പോകുവാൻ. ഓരോ കുർബാന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി പോകുവാനായിട്ട് കഴിയണം. അവിടെയാണ് ഓരോ കുർബാനയും അർത്ഥമുള്ളതായിട്ട് മാറുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.